ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ റെയറായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് അല്ലേ? സുധാകരൻ സാറും അഷ്റഫ് കെയും രഘുവേട്ടനും കൂടെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാവുന്നൊരു കൂട്ടുകെട്ടാണ്. എങ്ങനെ വന്നു ഈ ഒരു ബന്ധം? സിനിമയ്ക്ക് മുമ്പുള്ളൊരു പരിചയവും? വളരെ റെയറായിട്ടുള്ള കൂട്ടുകെട്ടുകൾക്കാണൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾ സിനിമയ്ക്ക് മുമ്പുള്ള ബന്ധമാണ്. അങ്ങനെ ഒരേ സമയത്ത് പഠിച്ചിട്ടുണ്ട്? ഇല്ല, ഒരേ കാലഘട്ടം. ഏകദേശം ഞങ്ങൾ ജൂനിയറാണ്. പക്ഷേ അന്ന് തന്നെ അറിയാം. അതിനെ തുടർന്ന് പിന്നെ സിനിമയിൽ വരാൻ കാരണം ശ്രീ പ്രിയദർശനും ആലപ്പി അഷ്റഫും എന്നെ കമ്പനി നിർബന്ധിച്ച് സ്നേഹപൂർവ്വം പാട്ട് എഴുതിപ്പിച്ചതാണ്. പക്ഷെ അന്ന് അക്കാലത്ത് തന്നെ കേരളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഞാൻ സ്ഥിരമായി കവിത എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ KSU യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹി MLA ഒക്കെ ആയതുകൊണ്ട് വേറൊരു ശ്രദ്ധ ആയിപ്പോയി. ആ യാത്രയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രിയൻ്റെ സിനിമകളിലൂടെ എനിക്ക് വളരെയധികം ആരാധന തോന്നിയിട്ടുള്ള ശ്രീ രഘുചേട്ടനെ പരിചയപ്പെടാൻ ഇടയായത്. അങ്ങനെ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊട്ടും കുരവയും, അതായത് മമ്മൂട്ടി നായകനായിട്ടുള്ള സിനിമയിൽ പാട്ട് എഴുതാനുള്ള അവസരം ഉണ്ടായത്. അതൊരു വലിയ സന്തോഷവും ഭാഗ്യമായി ഞാൻ കരുതുന്നു. അത് വാണി ജയറാമും ഉണ്ണി അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ആദ്യം പാട്ട് എഴുതുന്നത് കൊട്ടും കുരവയ്ക്ക് വേണ്ടിയിട്ടാണ്? അല്ല, അത് അതിനു മുമ്പ് പ്രിയൻ്റെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയ്ക്ക്. നമ്മളുടെയും പ്രിയൻ്റെ ഒരു പടത്തിൽ എഴുതിയല്ലോ, പക്ഷെ പടത്തിലെ പാട്ടുണ്ടായില്ല. നാളവട്ടത്തിലല്ലേ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? ആ പാട്ട് പടത്തിൽ വന്നില്ല. യേശുദാസും ചിത്രയും ചിത്രം ഒരു ഡിസ്കോ ആയിരുന്നു. അപ്പോൾ ലെങ്ത് കൂടിയിട്ട് ആ പാട്ട് സിനിമയിൽ ഉപയോഗിച്ചില്ല, കാസറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ശരി.